ഹായ്. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവർ അവരുടെ വിജയ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന TN ടോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ബിസിനസ് രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അഷ്റഫ് മൗബലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികൾ, അദ്ദേഹം പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും അഷ്റഫ് ഭായി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. അഷ്റഫ് മൗബൽ അല്ല? അതെ. ബിസിനസ് രംഗത്ത് അബുദാബിയിലാണോ? അതെ, അബുദാബി. സുഖാണോ? അൽഹംദുലില്ലാ സുഖം. എത്ര വർഷമായി അബുദാബിയിൽ? ഏകദേശം 40 വർഷമായി. 40 വർഷമായി. അപ്പോ അഷ്റഫ് ഭായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അബുദാബിയിൽ പോയിട്ടുണ്ടാവില്ല? അതെ അതെ, 18 വയസ്സിൽ. അതെ അതെ, ചെറുപ്പത്തിൽ തന്നെ പോയി. നിങ്ങൾക്കറിയാലോ, സാധാരണ കാസർഗോഡ് എന്ന് പറയുമ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ ഗൾഫായിരുന്നല്ലോ നമ്മുടെ ഒരു മോഹം, നമ്മുടെ ഒരു പ്രതീക്ഷയും നമ്മുടെ എയിമും ഗൾഫാണ്. അതെ അല്ല, എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഗൾഫിലെത്തിയിട്ട്? ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും ആദ്യം ഒരു ജോലി, സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ, അതെ അതെ, പിന്നെ അവിടുന്ന് പഠിച്ച് ആ മേഖല, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ എത്തി. ഏത് മേഖലയിൽ ആദ്യം ജോലി ചെയ്തത്? ആദ്യം ഒരു വെജിറ്റബിൾ ഷോപ്പിലായിരുന്നു, വെജിറ്റബിൾ ഷോപ്പ്, ഷാർജയിൽ. പിന്നീട് ഷാർജ മാർക്കറ്റിൽ. ഓക്കെ. അതെ. പിന്നീട് അവിടുന്ന് ഞാൻ ദുബായിൽ പോയി, ഒരു ഫാർമസിയിൽ സെയിൽസിൽ ഔട്ട്സൈഡ് സെയിൽസ്മാൻ ആയി. അല്ല, ഈ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഹാർഡ് വർക്കാണ്. അന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ വലിയൊരു ബിസിനസ്മാൻ ആവും, അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. വലുതാണെന്നല്ല, ഇമ്പ്രൂവ്മെന്റ് ആണ്, ഇതിനേക്കാൾ ഉഷാറായി വരണം, വളർന്നു വരണം എന്നുള്ള ഒരു ചിന്താഗതി അന്നേ ഉണ്ട്, ചെറുപ്പം മുതലേ ഉണ്ട്. നമുക്ക് ഒരു ബിസിനസ് രംഗത്ത് എത്തിപ്പെടണം എന്നുള്ളത് അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായും അന്നേ ഉണ്ട് അതിന്റെ ഒരു തുടക്കം. അപ്പൊ നമുക്ക് എത്ര ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരു വിഷമം ഉണ്ടാവില്ല, കാരണം ഞാനിത് വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള എന്റെ തുടക്കം എന്നുള്ള ഒരു തോന്നല് തീർച്ചയായും ഉണ്ടായിരുന്നു. കാരണം ആദ്യം തുടക്കത്തിൽ എനിക്ക് ഭാഷ തന്നെ കൂടുതൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഭാഷ സംസാരിക്കുന്നതിനോടൊപ്പം സെയിൽസിൽ നല്ല കൈപുണ്യം നേടാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ പല ഷോപ്പുകാരും അല്ലെങ്കിൽ പല ട്രേഡേഴ്സും എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഓഫർ വന്നു, കൂടുതൽ ഓഫർ വന്നുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പറയലുണ്ട്, ഈ കാസർഗോട്ടെ പയ്യന്മാർ ഭയങ്കര സ്മാർട്ട് എന്നുള്ള. ആ സ്മാർട്ട്നെസ് നമ്മുടെ അന്നും ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായും അത് നമ്മുടെ ആ ജോബിൽ, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു അല്ലേ? തീർച്ചയായും. പിന്നീട് അങ്ങനെ എൻ്റെ മനസ്സിന്റെ ആ ഇതുണ്ടല്ലോ, ഒരു ചിന്ത എത്തിപ്പെടണമെന്നുള്ളത്, അതങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനും വേറെ 2 ആൾക്കാരും കൂടി പാർട്ണർഷിപ്പിൽ അജ്മാലിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്ത് ബിസിനസ്? അതും വെജിറ്റബിൾ ഷോപ്പായിരുന്നു. നമുക്ക് അറിയുന്ന പണി. അതെ. അപ്പൊ അതിൽ ആദ്യം നല്ല തുടക്കത്തിൽ നല്ല ഉഷാറായി. പിന്നെ ആ ചെറുപ്പത്തിന്റെ ആ ഇതിൽ അത് അത്ര കണ്ട് സക്സസ് ആയില്ല. പിന്നെ അവിടുന്ന് ഫ്ലോപ്പായി. 2ാമത് ജോലിക്ക് വന്നു. പിന്നെ ദുബായ് ഒരു ഫാർമസിയിൽ ഔട്ട്ഡോർ സെയിൽസിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് അബുദാബിക്ക് പോകുന്നു. അബുദാബിയിൽ ഒരു കമ്പനിയിൽ, അതൊരു ഷെയ്ഖിന്റെ, ഒരു മസ്റൂയിയുടെ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ 15 വർഷത്തോളം ജോലി ചെയ്തു. PR ആയിട്ട് ജോലി ചെയ്തു. അതിൽ നല്ല സപ്പോർട്ട് ചെയ്തു എനിക്ക്. അതെന്നാണ് എൻ്റെ ഉയർച്ചയും എൻ്റെ, അതായത് നല്ല എക്സ്പീരിയൻസ് കിട്ടി, 15 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടി. എന്ത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. പ്രത്യേകിച്ച് അറബിന്റെ ഒന്നിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് അയാൾ വലിയ റിച്ച്മാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പോവാതെ മേഖലയില്ല, എത്തിപ്പെടാത്ത മേഖലയില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എന്നെ കൂട്ടി പോകുന്നതിനോടൊപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് അന്ന് ഞാൻ പോവാതെ എംബസി ഇല്ല, എല്ലാ എംബസിയിലും ഞാൻ പോയി അദ്ദേഹത്തിന്റെ വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് പണി ഞാനായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എംബസി, അതുപോലെ മറ്റ് കാര്യങ്ങളിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല അവിടുത്തെ ഗൾഫിന്റെ നിയമവശങ്ങളും വളരെ നന്നായി എനിക്കറിയാം. ഇപ്പൊ പവർ ടൂൾസ് രംഗത്താണ് ബിസിനസ് അല്ല? അതെ. എങ്ങനെയാണ് ഈ പവർ ടൂൾസിലേക്ക്? എൻ്റെ സൂപ്പർ മാർക്കറ്റ്, മറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അങ്ങനെ പോകുന്നു. അതെ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ട്. ഇപ്പം നാട്ടിലിപ്പം അടുത്ത് വന്നതാണോ? അതെ, ഇപ്പൊ ഇലക്ഷന് തൊട്ട് വന്നു. അപ്പം ഈ രാഷ്ട്രീയം, അതുപോലെ പൊതുപ്രവർത്തനം,
ഈ പിന്നെ അതായത് ജീവകാരുണ്യ പ്രവർത്തനം എങ്ങനെയാണ് ഈ എല്ലാ രംഗത്തും നമ്മൾ എത്തിപ്പെടുന്നത്? നമുക്ക് അതിനുള്ള സമയം എങ്ങനെ ലഭിക്കും? അതായത് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന് എങ്ങനെ വെച്ചാൽ ആ ചെറുപ്പത്തിന്റെ ഇതിൽ വളർച്ച വരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. പിന്നെ അത് ഏകദേശം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമൂഹത്തിനൊരു ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്, ഒരു കടമയുണ്ട്. നമ്മൊരു അതായത് നമ്മൾ ഒരു പക്വത എത്തുമ്പോൾ നമ്മുടെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് നമ്മളെ കൊണ്ട് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു അടയാളപ്പെടുത്തലുണ്ടായിരിക്കണം, ഒരു സിഗ്നേച്ചർ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം ഇവിടുന്ന് തിരിച്ചു പോകേണ്ടത് എന്ന് ഓർക്കപ്പെടണം. അല്ല കുടുംബങ്ങൾ മാത്രമല്ല, മറ്റ് സമൂഹങ്ങൾ നമ്മൾ ഓർക്കപ്പെടണം. ഇന്നാളിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ലക്ഷ്യമാണ് എൻ്റെത്. അതായത് നമുക്ക് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ സമൂഹത്തിനോടൊരു കടമയുണ്ട്. ആ കടമ നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. അത് ആ കടമ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അത് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉയർച്ച നമുക്ക് എത്തിക്കുന്നുണ്ട്. വളരെ നന്നായി എത്തിക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന്, ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള സഹായങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും. ഈ അബുദാബിയിൽ നമ്മുടെ പിന്നെ ബിസിനസ് രംഗത്ത് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഇസ്ലാമിക് സെന്റർ പോലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ട് അഷ്റഫായി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ്? എന്തൊക്കെയാണ് അഷ്റഫായി? അവിടെ ഞാൻ എൻ്റെ കൾച്ചർ സെക്രട്ടറി ആയിട്ടാണ്. കൾച്ചർ സെക്രട്ടറി. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ വർക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ, കൾച്ചർ പ്രോഗ്രാം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടനയാണ് അബുദാബി ഇസ്ലാമിക് സെന്റർ. അതെ, ഇന്ത്യൻ സോഷ്യൽ സെന്റർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക് സെന്ററിന്റെ ഭാഗമായിട്ട് കൾച്ചർ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലയിലുള്ളവരും വ്യത്യസ്ത രംഗങ്ങളിലുള്ളവരെയും പരിചയപ്പെടാനും അതുമായി സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്നും എല്ലാ സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ അതിന്റെ ആ വാല്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലെ ഏറ്റവും വലിയ സംഘടനയായ KMCC, അതെ അല്ലെ, അതിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനപ്പുറം എല്ലാത്തിനും അപ്പുറം പറയുമ്പോൾക്ക് അഷ്റഫ് കൂട്ടായ്മ, അതെ അതെ, അതൊരു വ്യത്യസ്ത ഒരു ആശയം. അതായത് ഒരു പേരിലുള്ള ആളുകളൊക്കെ സംഘടിപ്പിക്കാന്നുള്ള ഒരു ആശയം, അല്ലെ? അതെ അതെ. ഞാൻ ഇതുവരെ ഒരുപാട് സംഘടനകളിലും അതുപോലെ തന്നെ ഒരുപാട് കമ്മിറ്റികളിലും പിന്നെ വ്യത്യസ്ത രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പല മേഖലയിലുള്ളവരും അതുപോലെ തന്നെ വ്യത്യസ്ത സംഘടനയിലുള്ള രീതിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. അതുപോലെ അഷ്റഫ് കൂട്ടായ്മനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യത്യസ്ത, അതായത് ഒരേ പേരിലുള്ളവർ ഒരുമിച്ച് കൂടി അത് സൗഹൃദം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ വലിയൊരു നന്മയിൽ കൈകോർക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ അഷ്റഫ് കൂട്ടായ്മയുടെ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പിന്നെ കുടുംബസംഗമം പോലെയുള്ള സാധാരണ എല്ലാ സംഘടനയും എല്ലാ കൂട്ടായ്മയും ചെയ്യും പോലെയുള്ള കുടുംബസംഗമം പോലെയുള്ള പരിപാടി ചെയ്യുന്നതോടൊപ്പം തന്നെ വൃദ്ധസദനങ്ങൾ, ബ്ലഡ് ഡൊണേഷൻ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, പിന്നെ അതുപോലെയുള്ള പിന്നെ ഉരുൾപൊട്ടൽ മേഖലയിൽ, അതായത് വയനാട് ഈ അടുത്ത നടന്ന ഉരുൾപൊട്ടൽ നമുക്കറിയാലോ. ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കണ്ടിരുന്നു അവിടെ പിന്നെ ഈ മൃതദേഹങ്ങളൊക്കെ സംസ്കരിക്കുന്ന കൂട്ടത്തിലൊക്കെ അഷ്റഫായി സജീവമായിട്ട് കാണുന്നു. അതെ അതെ അതെ. വളരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രയാസം, അതായത് ഇതുവരെയൊക്കെ നടന്നതിൽ, അതായത് എൻ്റെ ഇത്ര വയസ്സിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ദുഃഖകരമായ രണ്ട് പിന്നെ വിഷമഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചു. ഒന്ന് ഫ്ലൈൻ ക്രാഷ് മാംഗ്ലൂർ. അന്ന് ഞാൻ അപകടം സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപകടം നടന്ന് ആ ഇൻസിഡന്റ് നടന്ന സമയത്ത് ഞാൻ പോയിരുന്നു. അന്ന് അവിടെ UT ഖാദർ സാഹിബ് MLA ആയിരുന്നു. ആ സമയത്ത് യൂസഫ് അലിക്കൊക്കെ വന്ന സമയം കണ്ട് ഇന്നും അത് ആ മനസ്സിന്ന് അത് മാഞ്ഞില്ല എന്നാണ്. രണ്ടാമത് ഞാൻ കണ്ടത് ഉരുൾപൊട്ടല് വയനാട്. അതിൻ്റെ ആ ബോഡി സംസ്കരിക്കുമ്പോൾ അത് കഫൻ ചെയ്യാൻ ഒരു ചെറിയൊരു ഭാഗം എനിക്ക് ആവാൻ സാധിച്ചു. അത് എങ്ങനെ സാധിക്കുന്നത്? ഈ നമുക്ക് ഒരുപാട് പഴകിയ ബോഡികളൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടിയത്. നല്ലൊരു മനക്കരുത്ത് വേണ്ടി. മനക്കരുത്ത് മാത്രമല്ല, എൻ്റെ കണ്ണിന്ന് ഓരോ ആ ബോഡിന്റെ മീതെ എൻ്റെ കണ്ണിന്നുള്ള വെള്ളം ഉറ്റിന്നാണ്. കഫൻ ചെയ്യുമ്പോൾ ആ വെള്ളപ്പുടവൻ്റെ മീതെ എൻ്റെ കണ്ണിന്നുള്ള വെള്ളം ഉറ്റി വീണു എന്ന് എനിക്ക് ഇന്നും ഓർക്കുന്നത് ആ സംഭവം. കാരണം അത് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട്. അഷ്റഫായി, പിന്നെ ഈ അഷ്റഫ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഭവം അത് എന്തോ വേൾഡ് റെക്കോർഡ് എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. അഷ്റഫായി അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. അതെ അതെ അതെ. അത് പിന്നെ URF വേൾഡ് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് അതിലേക്ക് നമുക്ക് പേര് കരസ്ഥമാക്കാൻ സാധിച്ചു.
ഒരേ പേരിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു ഡിജിറ്റൽ കൗണ്ടിങ്ങിൽ കൂടി ഇന്ന് വേൾഡിൽ അഷ്റഫ് കൂട്ടായ്മയാണ് ഒരേ പേരിലുള്ള അവർ രജിസ്റ്റർ ചെയ്തത്. അതെ, അതിൽ ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ പിന്നെ മെഡല് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് അവർ നൽകിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും. അല്ല അഷഭായി, പിന്നെ ഈ ബിസിനസ് രംഗത്ത് നമ്മുടേതായ ടൈം വേണം, നമ്മുടേതായ ശ്രദ്ധ വേണം. ഇപ്പം പറയാറുണ്ട് ശ്രദ്ധ തെറ്റിയാൽ ബിസിനസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം അഷഭായിനെ നോക്കുമ്പോഴേക്ക് ഒരു ഭാഗത്ത് ഇസ്ലാമിക് സെന്റർ, KMCC, ജീവകാരുണ്യ പ്രവർത്തനം, അഷ്റഫ് കൂട്ടായ്മ, പിന്നെ അതുപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു പിന്നെ എന്തും ചെയ്യാനുള്ള ഒരു പുറപ്പെട്ടിട്ടുള്ളത് അല്ല, ലഹരി അത് ഒഴിവാക്കണം. സേ നോ ടു ഡ്രഗ്സ് അല്ല, തീർച്ചയായും. അപ്പം ഈ അതിന് എന്തോ ഒരു അവാർഡും കൂടി കിട്ടിയല്ലോ. അത് പിന്നെ മഹാത്മാഗാന്ധി, അതെ മഹാത്മാഗാന്ധി പുരസ്കാരം കിട്ടിയിരുന്നു. അതെ, അപ്പൊ ഞാൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് മഹാത്മാഗാന്ധി പുരസ്കാര ജേതാവിന്റെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നുള്ളത്. അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുക്കണം നമ്മൾ ഒന്നിച്ച്. ഓക്കെ, സന്തോഷം. അപ്പം അഷഭായി, പിന്നെ എന്താണ് ഈ ലഹരി മുക്ത അതിനുള്ള പ്രവർത്തനം, എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിൽ ഇന്നറിയാം, ഏതൊരു കൊലപാതകം, ഏതൊരു ക്രിമിനൽ കേസ് നോക്കിയാലും അതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നത് ലഹരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പിന്നെ അഡ്വൈസ് എന്നുള്ളത് ലഹരിക്ക് പ്രതിജ്ഞ എടുപ്പിക്കുക. നമ്മുടെ പിന്നെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ പറയാ, എല്ലാ തെറ്റുകളുടെയും താക്കോലാണ് ലഹരി. അതെ അല്ല, അപ്പൊ ആ താക്കോലിനെതിരെയാണ് നമ്മുടെ പുറപ്പാട്. തീർച്ചയായും ആ താഴ് തുറക്കാൻ പാടില്ല. അതെ, കഴിഞ്ഞ തവണ ഗവൺമെന്റ് കൂടി പ്രഖ്യാപിച്ചതാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് കാസർഗോഡ് ത്രൂ എറണാകുളം വരെയുള്ള ഒരു വലിയൊരു യാത്ര, പ്രചരണ യാത്രയായി പോയിരുന്നു. അതിന്റെ സമാപനം കോഴിക്കോട് വെച്ച് സംഘടിപ്പിച്ചു. അതെ അതെ, അതിന്റെ 2ാം സെഷനാണ് ഇപ്പോൾ ഈ അടുത്ത് 15-ാം തീയതി തൊട്ട് വിവിധ ജില്ലകളിൽ കൂടി നമ്മുടെ ഒരു വലിയൊരു പര്യടനം ലഹരിക്കെതിരെയുള്ള. മഹാത്മാഗാന്ധി പുരസ്കാരം നമുക്ക് ആലങ്കോട് ലീലാകൃഷ്ണൻ അവരാരോ സമ്മാനിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. നമ്മളിപ്പം ഒരാളെ ഇരിക്കുമ്പോ അവരെ കുറച്ചിങ്ങനെ ബാക്കപ്പ് നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോ കണ്ട കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വ്യത്യസ്ത മേഖലയിലുള്ളവരൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടും തന്നെ, അതായത് സമൂഹത്തിലെ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് തേടി വരുന്നത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രം. അവാർഡ് നമ്മുടെ ഈ എന്തെന്ന് വെച്ചാല് അത് നമ്മുടെ പ്രചോദനാണ്. നമ്മള് പിന്നെ ചെയ്യുന്ന പ്രവർത്തനം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അംഗീകരിക്കുന്നുള്ള ഒരു അംഗീകാരമാണ്. അത് മാത്രമായിട്ട് കാണുമ്പോൾക്ക് അത് വലിയ കാര്യമാണ്. ഇതിപ്പം ഇത്രയും നമ്മുടെ ഈ നല്ല കാലത്ത് തന്നെ ഇതിന് സജീവമായിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യമാണ്. അതെ, അത് എൻ്റെ മനസ്സിൽ അങ്ങനെയുണ്ട്, ഒരു സമൂഹത്തിനുള്ള ഞാൻ പ്രതിബദ്ധത അത് നിറവേറ്റുക പറ്റുന്ന രീതിയിൽ. ഏതായാലും ജീവിതത്തിനൊരു അവസാനം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മളെ കമ്മ്യൂണിറ്റി ആകുമ്പം തന്നെ നമുക്കൊരു സ്പെഷ്യലി അതിനോടുള്ള ഒരു ബാധ്യത നമ്മൾ തീർത്തു കൊടുക്കണം എന്നുള്ളത് മാക്സിമം ഞാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക എന്ന ഉദ്ദേശം. അപ്പൊ ഇതിന് കുടുംബത്തിന്റെ പിന്തുണ എല്ലാം ഉണ്ട്. കുടുംബം അവർ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് വേറെ പണിയില്ല, ഈ പിന്നാലെ നമുക്ക് നമ്മളെ കാര്യം നോക്കി. ആദ്യമൊക്കെ അങ്ങനെ പറയാമെങ്കിൽ ഇപ്പം അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്ങിലായി, അവർ മനസ്സിലാക്കി. സാധാരണ എല്ലാരും ഈ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന എല്ലാവരും വീട്ടിലും അതുപോലെ ചോദ്യമാണ്, അതെ അതെ നിങ്ങൾക്ക് വേറെ പണിയില്ലേ. അതെ അതെ, സാധാരണ രീതിയിൽ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അപ്പൊ അതെല്ലാം പിന്നെ അങ്ങനെ മാനേജ് ചെയ്ത് അവർക്ക് അതിന്റെ പിന്നെ സീരിയസ്നെസ് അവർക്കും കൂടി മനസ്സിലായി നടത്തും. അതെ അതെ, പിന്നെ മക്കളെല്ലാം ഒരു പ്രായമാകുമ്പോൾ തീർച്ചയായും ആ കുടുംബത്തിന് അത് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ നമ്മൾ ബിസിനസ്സിനെ ഫോക്കസ് ചെയ്ത് കുടുംബത്തിന്റെ കൂടെ തന്നെ ആയിരുന്നു, ഗൾഫിലും നാട്ടിലും അതുപോലെ മറ്റ് എല്ലാ യാത്രകളിലും അവരെ കൂടെ തന്നെ ആയിരുന്നു. പിന്നീട് ഞാൻ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ നമുക്കൊരു മാറ്റം വേണം. ആ ഒരു മാറ്റത്തിലേക്കാണ് പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത് യാത്ര. ഞാനിപ്പോ നേരത്തെ കുടുംബത്തെ ചോദിച്ചു, ഈ നമ്മുടെ ബിസിനസ് രംഗത്തായെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തന രംഗത്താണെങ്കിലും നമ്മുടെ സജീവമായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ടെൻഷനുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ സമയത്തൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ പിന്തുണ അത് എത്രത്തോളം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്? തീർച്ചയായും പൂർണ്ണ സപ്പോർട്ട്, അവരെ സപ്പോർട്ട് തന്നെ, അവരെ സപ്പോർട്ട് പിന്തുണയോടെ തന്നെ ഇതുവരെ ഉള്ളത്. നമ്മുടെ ബിസിനസ് രംഗത്ത് ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ചില ടെൻഷൻ ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. എന്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യും.
ചില വീഴ്ചകൾക്ക് സപ്പോർട്ട് ചെയ്ത് പറയും, സമാധാനിപ്പിക്കും. പിന്നെ നോക്കാം. പിന്നെ നോക്കാം. അതുപോലെ തന്നെ എൻ്റെ മക്കളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ വീഴ്ചകളിൽ എപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും എനിക്ക് രണ്ടാമത് അത് ഒന്നും കൂടി ഉഷാറാക്കി കൊണ്ടുവരാനും എൻ്റെ പ്രചോദനം ഉയർത്തെഴുന്നേൽക്കാനും എൻ്റെ പ്രചോദനം എൻ്റെ കുടുംബം. നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ. അപ്പോൾ ഈ വൈഫിന്റെ സപ്പോർട്ട് നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. എന്താണ് വൈഫിന്റെ പേര്? സെൽവാന്ന്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്തവന് ഡോക്ടറാണ്, അവന്റെ ഭാര്യയും ഡോക്ടർ, കോഴിക്കോട്. എന്താണ് മൂത്തവന്റെ പേര്? സവാദ്. ഡോക്ടർ കോഴിക്കോടാണോ? അതെ. ഇപ്പൊ അവന് ക്ലിനിക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ക്ലിനിക് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് അവന്റെ ഭാര്യയും ഡോക്ടറാണ്. സെക്കൻഡ് മകള് അബുദാബിയിൽ. മരുമകൻ അബുദാബിയിൽ ജോബാണോ അതോ? അല്ലല്ല, ഭർത്താവിന്റെ കൂടെ. എന്റെ തൊട്ടടുത്ത് തന്നെ ഭർത്താവിന്റെ വീട്, അവന്റെ വീട് അപ്പുറത്ത്. പിന്നെ തേർഡ് വൺ ബിഫോം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ. ഫോർത്ത് പ്ലസ് ടു പഠിക്കുന്നു. എന്താണ് തേർഡ് വണ്ണിന്റെ പേര്? തേർഡ് വണ്ണിന്റെ പേര് ഫാത്തിമ. പിന്നെ ഫോർത്ത് ഇസ്മായിൽ. അതെ അല്ല. അപ്പം പിന്നെ ഒരു സന്തുഷ്ട കുടുംബം. ഇപ്പൊ നമ്മള് മാഷാഅല്ലാ നമ്മള് പിന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തില് നമ്മുടെ മാതാപിതാക്കൾ അവരാണ് അവരെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നുള്ളത്. അവരുടെ പ്രാർത്ഥനയാണ്, ഉമ്മയുടെ പ്രാർത്ഥന. ഉമ്മ സ്വന്തം കൂടെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. എന്താണ് ഉമ്മന്റെ പേര്? ഉമ്മന്റെ പേര് ബി ഫാത്തിമ. ഉപ്പ മരണപ്പെട്ടു കുറെ വർഷം. പുറത്തു കൊടുക്കട്ടെ. കുറെ വർഷം. 8 വർഷം. അപ്പോൾ മാഷാഅല്ലാ പിന്നെ നമ്മുടെ അഷ്റഫ് ഭായിയുടെ ഉയർച്ചയും അതിന്റെ ഉള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കും ഭയങ്കര ഒരു ചാരിതാർത്ഥ്യം. എന്റെ ഉമ്മാന്റെ കൂടെ എനിക്ക് ഭയങ്കര ചാരിതാർത്ഥ്യം, സന്തോഷമുണ്ട്. നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി, അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ സന്തോഷം. ഉണ്ട്. അത് ഇപ്പൊ അല്ല, മുമ്പേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ അതല്ല, ഞാൻ എൻ്റെ കുടുംബത്തിന് ഞാൻ നോക്കുന്നവരാണ്. എനിക്ക് എത്ര മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ എൻ്റെ കുടുംബത്തിന് ഞാൻ നോക്കിയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അഷ്റഫ് ഭായി ഇപ്പം അഷ്റഫ് ഭായി സജീവായിട്ടുള്ളത് നമ്മുടെ അഷ്റഫ് കൂട്ടായ്മയിലാണ് അല്ലെ? അഷ്റഫ് കൂട്ടായ്മയിൽ KMCC, അതുപോലെ തന്നെ MIC, അങ്ങനെ ഒരുപാട് ലാൻഡ്സ്, അങ്ങനെ ഒരുപാട് സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത മേഖലയിലുള്ളവരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ എല്ലാ മേഖലയിലും എല്ലാ സംഘടനയും അവസാനം വരുന്നത് സമൂഹത്തിൽ ഏതെങ്കിലും നന്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ. അതൊക്കെ എല്ലാ സംഘടനയിലും പ്രവർത്തിക്കുന്നതുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷനും എൻ്റെ കോൺട്രിബ്യൂഷനും എഫേർട്ടും ഉണ്ടാകുന്നു. അതിൽ സന്തോഷമുണ്ട്. അതായത് തടി കൊണ്ടും സാമ്പത്തികം കൊണ്ടും എല്ലാം കൊണ്ടും സമൂഹത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ല അഷ്റഫ് ഭായി, ഇപ്പൊ നമ്മള് ഇങ്ങനെ മുഴുവൻ സമയം പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ് ഒക്കെ അതെങ്ങനെ നടക്കുന്നു? ഇല്ല, മുഴുവൻ സമയം ഞാൻ അങ്ങനെ ഇല്ല. എന്റെ പാർട്ട് പകുതി എന്റെ 50-50. പറഞ്ഞിടത്തേക്ക് തന്നെ ഒരുപാട് സംഘടനകളായി. ഈ പറഞ്ഞ സംഘടനകളൊക്കെ സജീവമായിട്ട് നിലനിൽക്കുന്നതും സജീവമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അഷ്റഫ് ഭായി. ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതെ. ഞാൻ ബിസിനസ്സിലേക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഈ അടുത്തിപ്പോ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ KMCC അതുപോലെയുള്ള മറ്റു പൊതുപ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ്. ഇസ്ലാമിക് സെന്റർ അടക്കമുള്ള. അതുപോലെ നാട്ടിൽ വന്നാൽ അഷ്റഫ് കൂട്ടായ്മ, അതുപോലെ മറ്റു ലാൻഡ്സ് പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിലും സജീവം ഉണ്ടാവും. അതായത് എപ്പോഴും ലൈവായി നിൽക്കുക, മരണം വരെ എന്നുള്ളതാണ് ഉദ്ദേശം. അത് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അഷ്റഫ് ഭായി, അപ്പം നമ്മുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ബിസിനസ് 15 വർഷം ജോലി ചെയ്തു, പിന്നെ ബിസിനസ് രംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുന്നു. വേണ്ടായിരുന്നു തോന്നിയ സമയമുണ്ടോ? ഏത് ബിസിനസ്? ഇല്ല, പെട്ടുപോയി എന്നല്ല പറയുന്ന ഒരവസ്ഥ. ഇല്ല, ബിസിനസ് ജീവിതത്തിന്റെ ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ, ജീവിതത്തിലൊരു ചേഞ്ചസ് വരണമെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. കാരണം ഏതൊരു ബിസിനസ്സിലാകുമ്പോൾ അൺലിമിറ്റാണ് ഇൻകം. അതിന്റെ ഒരു ലിമിറ്റ് നമുക്ക് നിശ്ചിതപ്പെടുത്താൻ പറ്റൂല. അല്ല, ഞാൻ ചോദിച്ചത് വെച്ചാല് കുറെ പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ പറയാറുണ്ട്, ജോബാണെങ്കിൽ നമ്മുടെ ജോബ് 5 മണി 6 മണി കഴിഞ്ഞു നമ്മ ഫ്രീ ആണ്. ബിസിനസ്സുകാർക്ക് ഫ്രീ ഇല്ല, 24 hours അവരെ ആക്റ്റീവ് ആയിരിക്കണം. അവര് നമുക്ക് ഒരു സ്ട്രഗിൾ ഉണ്ട്. ഫാമിലി ആയിട്ട് ഒരു പിന്നെ വെക്കേഷൻ പോയി കഴിഞ്ഞാല് നമ്മൾ ഫോണിലായിരിക്കും. ഇല്ല,
ആ ബിസിനസ്സിൽ തന്നെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും ബിസിനസ് ചലിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഒരു ബിസിനസ്മാൻ അങ്ങ് ഓൻ്റെ പ്രാക്ടിക്കലായി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഓനത് വേറെ ആളെ കൊണ്ട് ചലിപ്പിക്കാനുള്ള ഓട്ടോമേഷൻ. അതായത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ബിസിനസ് അവിടെ ചലിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ നിരന്തരം അത് ഒരു ബിസിനസ് എന്ന് പറയില്ല, അതൊരു വിത്ത് വർക്കർ എന്നേ പറയുള്ളൂ. ബിസിനസ് വിത്ത് വർക്കർ. മറ്റുള്ള അതായത് അതിനേക്കാളും അപ്പ് കഴിഞ്ഞാൽ, അതായത് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ബിസിനസ്സിനെ നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എവിടെ ഇരുന്നാലും റിമോട്ടിലി ആ ബിസിനസ് നമ്മളെ കൺട്രോളിൽ ഉണ്ടായിരിക്കണം. അതങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട് പോകാനും നമുക്ക് സാധിക്കണം. അതാണ് ഒരു ബിസിനസ്മാൻ എന്നുള്ളത്. ഇപ്പം പിന്നെ നമ്മുടെ യങ് ജനറേഷന് ഇപ്പം പിന്നെ കൂടുതൽ ആളുകളും ബിസിനസിനെ പറ്റിയിട്ട് തന്നെ ചിന്തിക്കുന്ന, ജോബിനോട് തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. യങ് ജനറേഷന് പലരും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. അവർക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? ആദ്യം ഏതെങ്കിലും ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഒരേ മേഖല, ആ മേഖല ഏത് മേഖലയിലാണോ ഓൻ വർക്ക് ചെയ്തത് ആ മേഖലയിലുള്ള ബിസിനസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഫീൽഡിലാണ് നമുക്ക് അറിയുന്ന ഫീൽഡിലേക്ക് തന്നെ ആയിരിക്കണം, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിലായിരിക്കണം ഓൻ ബിസിനസ്സിനെ ആദ്യം ഓന്റെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ തുടക്കം കുറിക്കേണ്ടത്. പിന്നെ ഓന്റെ ഇതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ മാത്രമല്ല അതുപോലെ നല്ല വർക്കേഴ്സ് ഉണ്ടായിരിക്കണം നമ്മളെ കൂടെ. കഠിനാധ്വാനം വേണം. ആദ്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തും. അതായത് നമ്മള് ഇപ്പം ഷോർട്ട് കട്ട് ഇല്ല, തുടങ്ങിയപ്പോ തന്നെ സക്സസ് ആണോ? ഒരു പഴമൊഴി ഇല്ല, ആദ്യം പൈസ നമ്മൾ ഉണ്ടാക്കുക, പിന്നെ പൈസനെ കൊണ്ട് ഉണ്ടാക്കി തരും എന്നുള്ള ഒരു പഴമൊഴി ഇല്ല. അതുപോലെ തന്നെയാണ് ആദ്യം നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നല്ല വർക്ക് ചെയ്യണം. പിന്നെ ആ പൈസനെ കൊണ്ട് പൈസ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആ പൈസ നമുക്ക് പൈസ കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അതായത് ബിസിനസ് കൊണ്ടാണെങ്കിലും ജോബ് കൊണ്ടാണെങ്കിലും കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് അവസരക്കും ബുദ്ധിമുട്ടുള്ളവർക്കും കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ്സിൽ അതിനുള്ള ബർക്കത്ത് ഉണ്ടാവും. അതും കൂടി യങ് ജനറേഷന് ചിന്തിച്ചിട്ട് സത്യസന്ധതയും ഹാർഡ് വർക്കും എല്ലാം ഒത്തുപോകുമ്പോഴാണ് നമ്മുടെ ബിസിനസ് അല്ല ജീവിതത്തിന്റെ ഭാഗമാണല്ലോ ബിസിനസ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അൺലിമിറ്റഡ് ആണ്. നമ്മൾ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക മാസം കിട്ടും, അതിങ്ങനെ പോവാം. മാത്രമല്ല ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലിക്ക് നമുക്കൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നുമില്ല. ഒരു എബവ് 40 ശേഷം ഏതൊരു ജോലിയാണെങ്കിലും പിന്നീട് പുതിയ അപ്ഡേഷൻ അവർക്ക് ഇല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള, അവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബിസിനസ്സിലേക്ക് കയറി പോകണമെന്നാണ് എനിക്ക് എൻ്റെ ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് താങ്കളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ മിഡോസ് മീഡിയയിലെ ടോക്ക് എന്ന പരിപാടിക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു മച്ച്. തൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗൾഫിലെത്തി ചെറിയ രീതിയിൽ തുടക്കം കുറിച്ച ബിസിനസ് ഇന്ന് വളർന്ന് നല്ലൊരു നിലയിലെത്തിയപ്പോൾ സമൂഹത്തിന് വേണ്ടി തന്നാലാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ സജീവമായി നിലനിൽക്കുന്ന അഷ്റഫ് മൗവലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരുന്നത്. പുതിയൊരാളുമായി പുതിയൊരു വിഷയവുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.